ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മായ ലോകം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരുന്തുംപാറയിലെ വിശേഷങ്ങളുമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ പരുന്തുംപാറയിലെത്തി. നല്ല വെയിലുണ്ടായിരുന്നു, വെയിലിന് ചെറിയ തണുപ്പുണ്ടായിരുന്നു. മൊട്ടക്കുന്നുകൾക്ക് മീതെ ആകാശത്തിൽ മേഘങ്ങൾ കൊണ്ടുള്ള വെള്ളിക്കെട്ടുകൾ കാണുമ്പോൾ ഒന്ന് ചാടി പിടിക്കാൻ തോന്നും. വല്ലാത്തൊരു കാഴ്ചയാണ്, മനസ്സിന് കണ്ണിന് കുളിർമയുന്ന കാഴ്ചയാണ് അത് നമുക്ക് നൽകുന്നത്. അങ്ങനെ കുറേ നേരം അവിടെ അതെല്ലാം കണ്ട് അങ്ങനെ നിന്നു. രാവിലെ ആയതിനാൽ അധികം തിരക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു കടകളുടെ അടുത്തെത്തിയപ്പോൾ ആരിൻ്റെ ഇന്ദ്രൻ്റെയും മട്ടുമാറി. അവർ നേരെ ആ കടയിലേക്ക് ഓടിക്കേറി. ആന കരിമ്പിൻ തോട്ടത്തിൽ കയറിയതുപോലെയായിരുന്നു. എന്തെടുക്കണമെന്നറിയില്ല, ഒന്നെടുക്കുമ്പോൾ മറ്റൊന്ന് വേണം. അങ്ങനെ അവർ ആകെ കൺഫ്യൂഷനായി. ആ കട തന്നെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു രണ്ടാൾക്കും. അങ്ങനെ കണ്ണടയും ഹെലികോപ്റ്ററും വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തു. അത് വാങ്ങിയപ്പോൾ അവർക്ക് മറ്റൊന്ന് വേണം. അപ്പം മനസ്സിലായി, കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ കട മുഴുവനും വാങ്ങേണ്ടി വരുന്നു. അങ്ങനെ രണ്ടുപേരും പിടിച്ചു വലിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നടന്നു. ഞാനിവിടെ 2ാമത്തെ പ്രാവശ്യം കേട്ടോ വരുന്നത്. അംബരീഷ് വന്നിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം ഇവിടെ. ഈ പരുന്തുംപാറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവും. അപ്പോൾ ഇപ്പോൾ വെയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറി കോട വരും. അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ് ഈ പരുന്തുംപാറയ്ക്കുള്ളത്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ നല്ല സമയം 4 മണിക്ക് ശേഷമാണ്. നല്ല തിരക്കുമായിരിക്കും കേട്ടോ 4 മണിക്ക് ശേഷം. കുറച്ച് സമയം കൂടി ചിലവഴിച്ച ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. വാഗമൺ വഴി നേരെ എറണാകുളത്തേക്കാണ് വിട്ടത്. 5 മണിയായപ്പോൾ ഞങ്ങൾ എറണാകുളത്തെത്തി. വ്യത്യസ്ത അഭിപ്രായക്കാരാണെങ്കിലും യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടാളും ഒറ്റക്കെട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ, സീ യു.